സോറി സർ, ഞാൻ വിളിച്ചിട്ടാണ്. ഡോക്ടറുടെ വീട് താമ്പരത്താണ്. ഇത് അവരുടെ റെസ്റ്റ് ഹൗസാ. ഫ്രീ ടൈമിൽ ഇവിടെ റെസ്റ്റ് എടുക്കാൻ വരുമെന്നാണ് പറഞ്ഞത്. വാ. കം. ഡോക്ടർ, Go check inside. ഇതിലാരെങ്കിലാണോ വന്നേ? ഇവനാണോ? എന്നാ കുത്തി കയറ്റ്. ഈ കാലും കൂടെ വിഴുങ്ങ. നിന്നെ ഒന്ന് തീറ്റിച്ച് കൊല്ലോടാ. സാപ്പിട. ഇവിടെ ആരുമില്ല സർ. എവിഡൻസോ ക്ലൂ കിട്ടുമോ നോക്ക്. இதுக்கு மேல சேலஞ்ச் முடியாது. അങ്ങനെ വഴിക്ക് വാ. நான் சொல்லிடுறேன். அன்னைக்கு வந்தான்ல, அவன் மாநரம் நல்ல ஒசரமா இருந்தான். பார்க்கறதுக்கு போலீஸ்கார மாதிரி இருந்தா. போலீஸ்காரன் கேட்டா இல்லைன்ட்டான். நான் 10 வார்த்தை பேசினேன், 1 வார்த்தை பேசினேன். என்னையே குறுகுறுன்னு பார்த்தேன். எனக்கே வெக்கமாயிருச்சு. அப்படின்னா பார்த்துக்கோ. നത്തിങ് സർ. നമ്മളിവിടെ വന്നിരുന്നു എന്നതിൻ്റെ ഒരു എവിഡൻസ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ? എൻ്റെ സംശയം ശരിയാണെങ്കിൽ നന്ദ സാർ തെളിവുകൾ കണ്ടുപിടിക്കുകയല്ല, നമ്മളെ വെച്ച് തെളിവുകൾ നശിപ്പിക്കുക. അസാമി, പുരുഷോത്തമൻ്റെ ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ ഫോട്ടോ കാണിച്ചു. പക്ഷെ അവരാരും അല്ലെന്നാ ഇയാൾ പറയുന്നത്. വന്നയാളെ കണ്ടാൽ ഒരു പോലീസുകാരനെ പോലെ തോന്നുമെങ്കിലും അയാൾ പോലീസ് അല്ലെന്നാ സ്വാമിനാഥൻ പറയുന്നത്. എവിഡൻസ് എല്ലാം ക്ലിയർ பண்ணிட்டேன். ഓക്കെ സാർ. ഇൻക്ലൂഡിംഗ് CCTV ഫുട്ടേജ്. ഒരു പേഴ്സണൽ കൺസേൺ കാരണം എനിക്ക് ഈ കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇത് ക്ലിയർ ചെയ്യുന്നത് വരെ മറ്റെല്ലാ കേസും തൽക്കാലം മാറ്റിവെച്ചേക്കും. மேடம் ஒரு நிமிஷம். கொஞ்ச நேரத்துக்கு முன்னாடி ஒருத்தர் வந்தாரு. வந்து இந்த பொண்ணை பற்றியும் சந்திரிகா மேடம் பற்றியும் விசாரிச்சுட்டு போனாரு. ക്ലിനിക്കിൽ കോൺടാക്ട് ചെയ്തപ്പോൾ ഡോക്ടർ വീട്ടിലാണെന്നാ പറഞ്ഞത്. ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ? നോ, ഞാൻ വരുന്നത് വരെ ഒരു മൂമെന്റും വേണ്ട. இந்த பொண்ணோட ஹஸ்பண்ட் அதெல்லாம் தெரியாது சார். அவன் புருஷன் ஏதோ ஆக்சிடென்ட் ஆகி ஹாஸ்பிட்டல் இருக்கதா கேள்விப்பட்டேன்.